നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള തുറന്നു പറച്ചിലുകൾ തുടരുകയാണ്. വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിൽ നടൻ നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഊന്നുകൽ പോലീസാണ് കേസെടുത്തത്. ഫെഫ്ക യോഗത്തിൽ പരാതി ഉന്നയിച്ചപ്പോൾ ഭാഗ്യലക്ഷ്മി മോശമായി പെരുമാറിയെന്ന ആരോപണം ഉന്നയിച്ച ഹെയർ സ്റ്റൈലിസ്റ്റിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഭാഗ്യലക്ഷ്മി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. ഹേമ കമ്മിറ്റിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്നും റിപ്പോർട്ട് പുറത്തു വന്നതു മുതൽ സിനിമാ മേഖലയിലെ സ്ത്രീകൾ അപമാനിക്കപ്പെടുകയാണെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. റിമ കല്ലിങ്കലിന്റെ വസതിയിൽ ഡ്രഗ്സ് പാർട്ടി നടത്താറുണ്ടെന്ന് ആരോപണം ഉന്നയിച്ച ഗായിക സുചിത്രയ്ക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് റിമ കല്ലിങ്കൽ പരാതി നൽകി. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ചർച്ചകൾ ഗതി മാറുന്നു. നമുക്കൊപ്പം ചർച്ചയിൽ അതിഥിയാളായി എത്തുന്നത് സംഗീത ചേനമ്പുള്ളി, സാമൂഹിക നിരീക്ഷക, എം സുൽഫത്ത്, സ്ത്രീപക്ഷ പ്രവർത്തക, ഡോക്ടർ KS രേണുക ജ്യോതി, അധ്യാപിക എന്നിവരാണ്. ആദ്യം രേണുക ജ്യോതിയിലേക്ക് എത്താം. എന്തായാലും ഏറ്റവും ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഫയൽ ചെയ്തിരിക്കുന്ന പരാതി നിവിൻ പോളിക്കെതിരെയാണ്. ഗുരുതരമായ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്താണ് യുവതി മൊഴി നൽകിയത്. വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നതാണ് ആ മൊഴിയിൽ പറയുന്നത്. ഊന്നുകൽ പോലീസിന് ആ കേസ് കൈമാറിയിട്ടുണ്ട്. SIT സ്വാഭാവികമായും ഈ കേസ് ഏറ്റെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിൽ വലിയ രീതിയിലുള്ള തുറന്നു പറച്ചിലുകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയാണ് മറുഭാഗത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ചില അസ്വാരസ്യങ്ങൾ കൂടി ഉടലെടുക്കുന്നത്. ചിലർ തുറന്നു പറച്ചിലുകൾ നടത്തുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, പേരുകൾ ഒക്കെയും മറ്റുള്ളവർക്ക് അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയും അവർ അതിനെതിരെ രംഗത്ത് വരികയും ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് മറ്റൊരു നിയമ പോരാട്ടങ്ങൾക്ക് വഴി തുറക്കുന്നതും നമ്മൾ കാണുകയാണ്. അത്തരം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇന്ന് ഭാഗ്യലക്ഷ്മി മറ്റ് ഫെഫ്കയിലെ മറ്റ് സ്ത്രീ ജീവനക്കാർ ഉൾപ്പെടുന്ന ആ സംഘടനയിൽ ഉൾപ്പെട്ട മറ്റ് സ്ത്രീ ജീവനക്കാർ ഉൾപ്പെടുന്നവരുമായി ആണ് ഇന്ന് മാധ്യമങ്ങളെ കാണുകയും തങ്ങളെ സ്ത്രീവിരുദ്ധരായി, ഭാഗ്യലക്ഷ്മിയെ സ്ത്രീവിരുദ്ധരായി ചിത്രീകരിച്ചു ആ യുവതികൾ. ഫെഫ്ക യോഗത്തിൽ വന്ന് അവിടെ ഒന്നും മിണ്ടാതെ പുറത്തുപോയ യുവതികളാണ് അവിടെ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് എന്നതാണ് ഭാഗ്യലക്ഷ്മി ഇന്ന് ചൂണ്ടിക്കാട്ടിയത്. പീഡനമുണ്ടായാൽ അപ്പോൾ പറയണം എന്ന് പറഞ്ഞ് പരാതി ഉന്നയിച്ചപ്പോൾ ഭാഗ്യലക്ഷ്മി മോശമായി പെരുമാറി എന്നതായിരുന്നു ഭാഗ്യലക്ഷ്മിക്കെതിരെ ഹെയർ സ്റ്റൈലിസ്റ്റ് ഉയർത്തിയ ആരോപണം. പക്ഷേ അവർ ആ യോഗത്തിൽ ഒന്നും മിണ്ടാതെ ഇരുന്നവരാണ്. അവർ ചില ഗൂഢലക്ഷ്യങ്ങളോടെ എത്തിയവരാണ്. അവർക്ക് പിന്നിൽ ഒരു വനിതാ സംഘടനയുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ ഇന്ന് ഭാഗ്യലക്ഷ്മി ഉന്നയിക്കുന്നു. സംഘടനയെ പൊളിക്കുകയാണ് അവരുടെ ലക്ഷ്യം എന്നതാണ് ഭാഗ്യലക്ഷ്മി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയത്. മറ്റുള്ള സ്ത്രീകൾ അവർക്കെല്ലാം വീട്ടിൽ പോലും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു. എല്ലാവരും സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം മുഖം നഷ്ടമായിരിക്കുന്നു. അവർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ്. സ്ത്രീകൾക്ക് സിനിമയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഹേമ കമ്മിറ്റിയിൽ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം തങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം എന്നുവരെ കടന്ന അഭിപ്രായ പ്രകടനം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ഈ സാഹചര്യത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഭാഗ്യലക്ഷ്മി പറയുന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഈ ആരോപണം ഉന്നയിച്ച യുവതികൾക്കെതിരെ നിയമ നടപടിക്കാണ് ഫെഫ്കയിലെ വനിതാ പ്രവർത്തകർ തയ്യാറെടുക്കുന്നത്. മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ പോലീസിനും പരാതി നൽകും എന്ന കാര്യമാണ് അവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. നമുക്കൊപ്പം അതിഥികൾ തയ്യാറാണ്. ഡോക്ടർ KS രേണുക ജ്യോതി, എന്നെ കേൾക്കാമെന്ന് കരുതുന്നു. ഒരു ഭാഗത്ത് തുറന്നു പറച്ചിലുകൾ തുടരുകയാണ്. ധൈര്യത്തോടെ ആളുകൾ മുന്നോട്ട് വരുന്നു. അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറയുന്നു. അതിനെതിരെ നിയമ നടപടികൾ നേരിടുകയാണ്. അപ്പോൾ മറുഭാഗത്ത് ചർച്ചകൾ അല്പം വഴിമാറുന്നോ ഗതി മാറുന്നോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന തരത്തിൽ നടക്കുന്നു എന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇന്ന് ഭാഗ്യലക്ഷ്മി മുന്നോട്ട് വന്ന് പറഞ്ഞ കാര്യങ്ങൾ, അവർക്കെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീകൾക്കെതിരെ നിയമ നടപടികൾക്ക് തയ്യാറെടുക്കുന്നു, മുഖ്യമന്ത്രിക്കും പോലീസിനുമൊക്കെ പരാതി നൽകും എന്നതാണ്. ഹേമ കമ്മിറ്റിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സ്ത്രീകൾക്ക് സിനിമയിൽ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്ന തരത്തിൽ അവർ പറയുന്നു. എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു?
റിപ്പോർട്ടുകൾ വന്നതേ ഉള്ളൂ, അതിന്റെ വിശകലനം നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ അത് നടന്നു കഴിഞ്ഞതിന് ശേഷം ഏകദേശം 251 പേജ് വരുന്ന ഒരു റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പോ അതിന്റെ വിശകലനവും അതിന്റെ വായനയും തുടരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ മറ്റുള്ള അവസ്ഥകളിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള സംസാരങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതായത് സ്ത്രീകൾക്ക് ജോലി, അതായത് ഏത് ഫീൽഡിലാണെങ്കിലും സിനിമാ ഫീൽഡിൽ പ്രത്യേകിച്ചും പല വിധേയത്വങ്ങൾക്കും വഴിമാറിപ്പോകേണ്ട ഒരു കാലഘട്ടമാണ് എന്നുള്ളതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. 4.5 വർഷത്തോളം നീണ്ടുനിന്ന ചർച്ചകൾക്കും 4.5 വർഷത്തോളം നീണ്ടു നിന്നിട്ടുള്ള കണ്ടെത്തലുകൾക്കും ഒടുവിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. അപ്പൊ ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പല മുഖങ്ങളും പൊയ്മുഖങ്ങളായി മാറുന്ന ഒരു അവസ്ഥ വരികയും ആ അവസ്ഥ വരുന്നതോടൊപ്പം തന്നെ അപ്പോ അതിനെ നേരിട്ടിട്ടുള്ള ആളുകൾക്കെതിരെയുള്ള പ്രതിപ്രവർത്തനങ്ങളും ഉണ്ടാവുക സ്വാഭാവികം മാത്രമാണ്. അതിനെ അത്തരത്തിൽ മാത്രമാണ് നമ്മൾ നോക്കി കാണേണ്ടത്. പിന്നീട് കേസുകളും കാര്യങ്ങളും നടക്കുമ്പോൾ അത് എത്രമാത്രം സത്യസന്ധത ഉണ്ട് എന്നുള്ളത് പിന്നീട് തെളിയിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പ്രധാനമായും മുൻവിലക്ക് അല്ലെങ്കിൽ മുഖവിലക്ക് എടുക്കേണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീമതി എം സുൽഫത്ത്, ഇവിടെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കണ്ടത്. അത് കേരളത്തിലെ സിനിമാ മേഖലയിലെന്നല്ല, കേരളത്തിന് പുറത്തുള്ള സിനിമാ മേഖലയിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മൾ കാണുകയാണ്. പലരും കേരളത്തിൻ്റെ മാതൃക പിന്തുടരാൻ അവിടെ അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ ബേസിലാണ്. ഇവിടെ കേരളത്തിൻ്റെ സാഹചര്യം നോക്കിയാൽ സിനിമയ്ക്ക് പുറത്തും ചില പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാൻ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ പേർ തുറന്നു പറച്ചിലുകളുമായി രംഗത്ത് വരുന്നു. ഏറ്റവും ഒടുവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിവിൻ പോളി എന്ന നടനെതിരെ ഗുരുതര ആരോപണം ഉയരുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ കൂടുതൽ പേർ തുറന്നു പറച്ചിലിന് ഇപ്പോഴും തയ്യാറായി ധൈര്യപൂർവ്വം മുന്നോട്ട് വരുന്നു എന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ പല സാഹചര്യങ്ങളിലും സ്ത്രീ പക്ഷത്ത് നിന്ന് സംസാരിച്ച് കണ്ടിട്ടുള്ള ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ളവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ വിശ്വാസമില്ല എന്ന തരത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തി രംഗത്ത് വരുന്നു. അവർക്കെതിരെ എതിർ സ്വരം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടിക്ക് തയ്യാറെടുക്കുന്നു. ഇതിനെ എങ്ങനെ കാണുന്നു? ഈ ഒരു സമയത്ത് ഭാഗ്യലക്ഷ്മിയെ പോലുള്ളവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലോക സിനിമയിൽ തന്നെ വലിയൊരു ചലനം സൃഷ്ടിക്കാൻ ഉതകുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ, ഇതുപോലെയുള്ള ആരോപണങ്ങൾ പുറത്തു വരുമ്പോൾ പലപ്പോഴും ഇതുപോലെയുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ്. കാരണം ആദ്യമായിട്ട് ഈ മേഖലയെ കുറിച്ച് വലിയ ഒരു താര പരിവേഷമുള്ള ഒരു മേഖല ഈ രീതിയിലാണ് എന്ന് ആളുകളൊക്കെ പറയുമ്പോൾ അതിനെതിരെ അല്ലെങ്കിൽ ആ ആളുകളുടെ മനസ്സിലുണ്ടായിരുന്ന ചില ബോധമൊക്കെ മാറി മറിയുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഒരു ഘട്ടത്തിൽ ഇത്തരം തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത, ഒരു തൊഴിൽ മേഖല ഇത്രമാത്രം ലൈംഗികത അരാജകത്വം എന്നല്ല പറയുന്നത്, ലൈംഗിക പീഡനങ്ങൾ നിറഞ്ഞതാണെന്നും ആ തൊഴിൽ മേഖലയിൽ തൊഴിൽ സുരക്ഷിതത്വം ഇല്ലായിരുന്നുവെന്നും, സ്ത്രീകൾക്ക് മാത്രമല്ല മറ്റു വിഭാഗങ്ങൾക്കും തൊഴിൽ സുരക്ഷിതത്വം ഇല്ലായിരുന്നുവെന്നും, ഈ മേഖല പരിഷ്കരിക്കപ്പെടേണ്ടതിന് മുന്നോടിയായി നടക്കുന്ന ഒന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അതിൽ വിശ്വാസമില്ല എന്നൊക്കെ പറയുന്നത് ഈ തുറന്നു പറഞ്ഞ അല്ലെങ്കിൽ പുറത്തു വന്ന ആളുകളെ മുഴുവൻ അപമാനിക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ അവിടെ ശ്രീമതി എം സുൽഫത്ത്, ഞാൻ ഒന്നിടപെട്ട് സൂചിപ്പിച്ചോട്ടെ. ഇപ്പോൾ കുറേയധികം തുറന്നു പറച്ചിലുകൾ നടക്കുന്നു. നേരത്തെ നമുക്കറിയാം, നേരത്തെയും മലയാള സിനിമയിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് പലതരത്തിലുള്ള ചർച്ചകൾ പല ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കുറേയധികം പേർക്കെങ്കിലും അക്കാര്യങ്ങളിലൊക്കെ ധാരണയുണ്ട്. പക്ഷേ ഇപ്പോൾ കൂടുതൽ തുറന്നു പറച്ചിലുകൾ ഉണ്ടായിരിക്കുന്നു, പല വിഗ്രഹങ്ങളും ഉടഞ്ഞിരിക്കുന്നു. അപ്പോൾ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്കിടയിൽ പോലും പലതരത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. സിനിമാ മേഖലയിൽ സ്ത്രീകൾ എന്ന് പറയുന്നവരെല്ലാം ഈ തരത്തിലുള്ള അനുഭവങ്ങൾക്ക് വിധേയരായിട്ടുണ്ട് എന്ന തോന്നൽ പൊതുസമൂഹത്തിൽ ഉടലെടുത്തിരിക്കുന്നു. അങ്ങനെ സ്ത്രീകളെ ഒന്നടങ്കം, സിനിമാ മേഖലയിലെ സ്ത്രീകളെ ഒന്നടങ്കം ആക്ഷേപിച്ചിരിക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള ഒരു കൺക്ലൂഷനിലേക്കാണ് ഇതിനെ എതിർക്കുന്നവർ അല്ലെങ്കിൽ ഇങ്ങനെ റിപ്പോർട്ടിനെ തള്ളിപ്പറഞ്ഞ് വരുന്നവർ എത്തുന്നത്. ഇല്ല, പൊതുസമൂഹത്തിന് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുകയൊന്നുമില്ല. പൊതുസമൂഹത്തിൽ ഒരു വിഭാഗം എല്ലാ കാലവും മീറ്റു
ലോകത്താകമാനം വന്നപ്പോ മീറ്റു വരുന്ന സമയത്തും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ലൈംഗിക പീഡനങ്ങളെ മറച്ചു വെച്ചിരുന്ന, മൂടി വെച്ചിരുന്ന ആ ലൈംഗിക പീഡനം അതിന് ഇരയായ സ്ത്രീയുടെയും അവരുടെ കുടുംബത്തിന്റെയും അവരുടെ നാടിന്റെയും ഒക്കെ മാനം നഷ്ടപ്പെടുത്തും എന്ന് വിചാരിച്ച് മൂടി വെച്ചിരുന്ന സാഹചര്യത്തിൽ ലൈംഗിക പീഡനങ്ങൾ തുറന്നു പറയുന്ന ഘട്ടത്തിലും ഇതൊക്കെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിന് ഇരയായവരെ പലപ്പോഴും ഈ രീതിയിൽ അപമാനിക്കപ്പെടുന്ന, തിരിച്ച് മറ്റുള്ള അപമാനം മാറ്റി വെച്ചിട്ട് കുറ്റപ്പെടുത്തുന്ന രീതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സിനിമാ മേഖലയിലെ മുഴുവൻ ആളുകളെയും അങ്ങനെ കാണുന്നുണ്ട് എന്ന് അതൊരു തോന്നല് മാത്രമാണ്. അതുപോലെ തന്നെ ഈ പരാതിപ്പെട്ട മുഴുവൻ കേസുകളും പക്ഷെ തെളിയിക്കപ്പെടാൻ കഴിഞ്ഞൊന്നും വരില്ല. എല്ലാം തെളിയിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയും വേണ്ട. പക്ഷെ ഇത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ഈ ഒരു തൊഴിൽ മേഖല നമുക്കറിയാം, കൂടുതൽ കാലഘട്ടത്തിൽ ഈ ജന്മിമാര് എങ്ങനെയാണോ സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നതായിട്ട് നമ്മള് തീർച്ചയായും ശബ്ദത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. ശ്രീമതി എം സുൽഫത്ത്, താങ്കളുടെ ശബ്ദം കൃത്യമായും നമുക്ക് ലഭ്യമാകുന്നില്ല. ചില വ്യക്തത കുറവുകളുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ കെ എസ് രേണുക ജ്യോതി നമുക്കൊപ്പം തുടരുന്നുണ്ട്. രേണുക, കേൾക്കാമോ? ഓക്കെ, രേണുവയ്ക്കും കേൾക്കാൻ പറ്റുന്നില്ല എന്നാണ് തോന്നുന്നത്. സംഗീത, കേൾക്കാമോ? സംഗീത, ഇവിടെ ഇപ്പോൾ നമ്മൾ അമ്മയുടെ ആദ്യ വാർത്താ സമ്മേളനം കാണുമ്പോൾ അവിടെ ഒരു മലയാള നടിയെ തന്നെ മുന്നിൽ നിർത്തിയാണ്. അവർക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് മാധ്യമങ്ങളോട് പറയിപ്പിക്കാൻ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചത്. അവർ അവരുടെ റോൾ ഭംഗിയായി നിറവേറ്റുന്നത് നമ്മൾ അവിടെ കണ്ടു. അതുപോലെ എപ്പോഴും പാട്രിയാർക്കിയുടെ ഭാഗമായിട്ടുള്ള ഈ രീതിയിലുള്ള മോശം അനുഭവങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുമ്പോൾ സ്ത്രീകളെ മുൻനിർത്തി തന്നെ അതിനെ നേരിടാനും അവരുടെ ആ രീതിയിലുള്ള കൊള്ളരുതായ്മകൾ തുടർന്നു വരാനുമൊക്കെ ഉള്ള ശ്രമങ്ങൾ എല്ലായ്പ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഇങ്ങനെ ഉയരുന്ന എതിർ സ്വരങ്ങൾ അല്ലെങ്കിൽ ഈ മൂവ്മെന്റിന്റെ ഗതിയെ ഒന്നൽപ്പം വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങൾ ആ രീതിയിൽ ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്നതാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പോ വലിയൊരു പ്രതിസന്ധിയിലാണ് മൊത്തത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങൾ നിൽക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും പാട്രിയാർക്കി എപ്പോഴും പ്രവർത്തിക്കുന്നത് പുരുഷന്മാരിൽ കൂടെ മാത്രമല്ലല്ലോ, സ്ത്രീകൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ ഇരകൾ മാത്രമല്ല, നടത്തിപ്പുകാർ കൂടിയാണ്. അപ്പോ സ്ത്രീകളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നേരിടുക എന്നുള്ളൊരു തന്ത്രം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. നമ്മൾ ആ നടിയുടെ വാർത്താ സമ്മേളനത്തിൽ എനിക്ക് ഇത്ര അനുഭവം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഇത്ര അനുഭവം ഇല്ല എന്നുള്ള രീതിയിലുള്ള സംസാരിക്കുന്നത് കേട്ടതുപോലെ തന്നെ എന്താ പറയാ, ഇത്തരം ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടാവാം. ഒരാൾക്ക് അത്തരം അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് മറ്റുള്ളവർക്ക് അങ്ങനെ ഉണ്ടാകുന്നില്ല എന്നുള്ളതിന് തെളിവല്ലല്ലോ. അത് ആ വാദം ഉയർത്താൻ ഇപ്പോ സ്കൂൾ കുട്ടികൾ പോലും തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സ്ഥാനത്താണ് മുതിർന്ന സ്ത്രീകൾ ഇത്തരം എന്താ പറയാ ന്യായീകരണങ്ങളുമായിട്ട് രംഗത്തെത്തുന്നത്. അപ്പൊ അതിനെ സംശയിക്കേണ്ടതുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഇപ്പോൾ ഇങ്ങനെയുള്ള തുറന്നു പറച്ചിലുകൾ സംഗീതയോട് തന്നെയാണ്. ഈ രീതിയിൽ കൂടുതൽ തുറന്നു പറച്ചിലുകൾ നടക്കുന്നു. അതിൻ്റെ SIT രൂപീകരിച്ച് അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അത് സ്ത്രീകൾക്കുണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ കൂടുതൽ സ്ത്രീകൾ തുറന്നു പറച്ചിലുകൾക്ക് തയ്യാറാകുന്നു. നമ്മൾ ഇത്രയധികം ദിവസം പിന്നിടുമ്പോഴും ഇന്നും ആ രീതിയിൽ ശക്തമായ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നത് അതിൻ്റെ സൂചന തന്നെയാണ്. നിവിൻ പോളിക്കെതിരെയാണ്, ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നിവിൻ പോളിക്കെതിരെയാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ പേർ തുറന്നു പറച്ചിലുകൾക്ക് മുന്നോട്ട് വരുന്നു, അല്ലെങ്കിൽ കൂടുതൽ പേർ ഈ രീതിയിലുള്ള അതിക്രമങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് തെളിയുന്ന ഒരു ഘട്ടം കൂടിയാണല്ലോ. ഏതെങ്കിലും തരത്തിൽ മറുഭാഗത്ത് നടക്കുന്ന ഇത്തരം ചർച്ചകളും ശ്രമങ്ങളും ആ ഗതിവേഗം കുറയ്ക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. പൊതുവെ തന്നെ പൊതുസമൂഹത്തിന് ഇത് സ്ത്രീകൾ ഉണ്ടാക്കുന്ന എന്തോ കലാപമാണ് എന്ന് വിശ്വസിക്കാനാണ് പാട്രിയാർക്കിയൽ ആയിട്ടുള്ള സമൂഹം ഒട്ടാകെ തന്നെ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ ഇതിന്റെ ഒരു മെറിറ്റിൽ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ വളരെ കുറവാണ്. ആ എണ്ണം കൂടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുള്ള ചർച്ചകളും സ്ത്രീകളുടെ പക്ഷത്ത് നിൽക്കുന്ന അലീസ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും പൊതുസമൂഹം പൊതുവെ തന്നെ
ഇത്തരത്തിൽ ആളുകളുടെ പൊതുവെയുള്ള ഒരു താല്പര്യം എന്ന് പറയുന്നത് ഇതിൽ ഏത് നടന്റെ പേര് കേൾക്കും, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇക്കിളി കഥകളിലാണ് പലപ്പോഴും മീഡിയയും കൂടി ഞാൻ ആ കാര്യത്തിൽ കുറ്റപ്പെടുത്തുകയാണ്. പലപ്പോഴും മീഡിയയും അതിൽ തന്നെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ചർച്ച നെഗറ്റ് ചെയ്തുകൊണ്ടല്ല പറയുന്നത്. പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള ശ്രമങ്ങൾ നമ്മൾ കാണുകയുണ്ടായിട്ടുണ്ട്. അപ്പോ ഒരുപാട് പെൺകുട്ടികൾക്ക് ഈ ഒരു സംഭവം ധൈര്യം കൊടുത്തിട്ടുണ്ട് പുറത്തു വരാനായിട്ട്. നമ്മൾ കാണുന്നത് മഞ്ഞുമലയുടെ ചെറിയൊരു അറ്റമായിരിക്കും, ഇതിന്റെ എത്രയോ മടങ്ങായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോ ചെറിയൊരു പ്രതിരോധം പോലും ഉയർന്നു വരുന്ന സമയത്ത് ഇതിനെ അടിച്ചമർത്താനുള്ള അല്ലെങ്കിൽ സാമ്പ്രദായിക മാർഗങ്ങൾ ഉപയോഗിച്ച് അടിച്ചമർത്താൻ പ്രയാസമാണ്. കാരണം കണ്ടോണ്ടിരിക്കുകയാണല്ലോ എല്ലാവരും. അപ്പൊ അതിനെതിരെ തന്നെ സ്ത്രീകളെ തന്നെ കരുക്കളായി ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നേരിടാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. അത് വാസ്തവത്തിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മാത്രല്ല, ഈ ഒരു ലൈംഗികാരോപണം എന്നുള്ള പ്രശ്നം മാത്രമല്ലല്ലോ നിൽക്കുന്നത്. ഒരു ഇൻഡസ്ട്രി എന്നുള്ള നിലയ്ക്ക്, സിനിമ ഒരു വർക്ക് പ്ലേസ് എന്നുള്ള നിലയ്ക്ക് സ്ത്രീക്ക് എത്രത്തോളം സുരക്ഷിതമാണ്, അവിടെ അവൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നുണ്ടോ, വേതനത്തിലെ ഈ ഒരു ന്യായവുമില്ലാത്ത അന്തരം നിലനിൽക്കുന്നതിനെ ഏത് തരത്തിലാണ് നേരിടേണ്ടത്, അടിസ്ഥാന സൗകര്യങ്ങൾ ബാത്റൂം അടക്കമുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കുക, സുരക്ഷ ഇല്ലാതിരിക്കുക, രാത്രികളിലൊക്കെ സുരക്ഷിതമല്ലാതെ യാത്ര ചെയ്യേണ്ട സാഹചര്യം വരെ സെറ്റിന്റെ അകത്ത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ പുറത്തുള്ളവരുടെ സുരക്ഷ കൂടി ഉറപ്പാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അത് ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്നു. ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി, പോഷ് ആക്ട് പ്രകാരമുള്ള കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഇതിനെ ഒരു തൊഴിലിടം എന്നുള്ള നിലയ്ക്ക് പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഗൗരവമായി തന്നെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. ആ സമയത്താണ് ചർച്ചയെ ബോധപൂർവം ചില ആളുകളിലേക്ക് ചുരുക്കുന്ന ഒരു സമീപനം ഉണ്ടാവും. തീർച്ചയായിട്ടും ഈ കേസുകൾ പുറത്തു വരേണ്ടത് ആവശ്യമാണ്, നടപടികൾ ഉണ്ടാവേണ്ട അത്യാവശ്യം തന്നെയാണ്. അതിൽ അതിജീവിച്ച സ്ത്രീകളുടെ അഭിപ്രായങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും പ്രാമുഖ്യം എപ്പോഴും കൊടുക്കേണ്ടത്. പക്ഷേ ഈ ഫോക്കസിനെ മാറ്റിക്കളയുന്ന തരത്തിലുള്ള വിവാദങ്ങൾ കൊണ്ടുവരുന്നത് എനിക്ക് അത്ര നിഷ്കളങ്കമായിട്ട് തോന്നുന്നില്ല. തീർച്ചയായും നിഷ്കളങ്കമല്ല അത്തരത്തിൽ ഉയർന്ന എതിർ സ്വരങ്ങൾ എന്ന കാര്യമാണ് സംഗീത സൂചിപ്പിച്ചത്. ഞാൻ മറ്റ് അതിഥികളിലേക്ക് തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഉയരുന്നുണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നടക്കുന്ന ചർച്ചകളെ ചുറ്റിപ്പറ്റി. അതിൽ ഒരു പ്രമുഖ നടൻ മോഹൻലാൽ തന്നെ മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത് സിനിമയെ തകർക്കരുതെന്ന് ആവർത്തിച്ച് മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് നമ്മൾ കണ്ടു. പലരും ആ സമാനമായ നിലയിലുള്ള അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി. ഈ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി സിനിമാ മേഖലയിലുള്ളവരാണ് ഇങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതെന്ന് ഓർക്കണം. ആ മേഖലയിൽ തുടക്കം മുതൽ തന്നെ നിലനിൽക്കുന്ന ഏതാണ്ട് 9 പതിറ്റാണ്ടായുള്ള മലയാള സിനിമയിൽ തുടക്കം മുതൽ ഇപ്പോഴും തുടർന്നു വരുന്ന ഈ രീതിയിലുള്ള സെക്ഷുവൽ ഹരാസ്മെന്റ്, അതാണ് ഏറ്റവും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം എന്ന് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആ പ്രശ്നം ഇപ്പോഴെങ്കിലും അഡ്രസ്സ് ചെയ്ത് പോയില്ല എങ്കിൽ വരുന്ന തലമുറ കൂടി ഇതിന്റെ കെടുതികൾ അനുഭവിക്കും. ഈ മേഖലയ്ക്ക് തന്നെയാണ്, തങ്ങളുടെ തൊഴിലിടത്തിന് തന്നെയാണ് ആ പ്രശ്നം എന്ന തിരിച്ചറിവ് എന്തുകൊണ്ട് സിനിമാ പ്രവർത്തകർക്ക് ഉണ്ടാകുന്നില്ല? രേണുക ജ്യോതി. രേണുക ജ്യോതി, കേൾക്കാമോ? കേൾക്കാനുണ്ട്. എന്റെ ചോദ്യം കേട്ടിരുന്നോ? ഇല്ല, ചോദ്യം കേട്ടില്ല. ഇപ്പോൾ സിനിമാ മേഖലയിലുള്ളവർ പറയുകയാണ്, നിങ്ങൾ സിനിമാ മേഖലയെ തകർക്കരുത്. മാധ്യമങ്ങളോടാണ് ആ അഭ്യർത്ഥന പലരും നടത്തുന്നത്. മാധ്യമങ്ങൾ വാർത്ത നൽകുന്നു, പരാതിക്കാരുടെ അല്ലെങ്കിൽ അത് തുറന്നു പറയാൻ ശ്രമിക്കുന്നവരുടെ വാക്കുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവർ പരിഭ്രമിച്ചു പോകുന്നത് സിനിമാ മേഖല തകർന്നു പോകുമോ എന്നതാണ്. ഇത്തരം അനഭിലഷണീയമായ പ്രവണതകൾ പതിറ്റാണ്ടുകളായി തുടരുന്ന ഇടത്ത് ആളുകൾ ഇപ്പോഴും മാധ്യമങ്ങളെയാണ് അങ്ങനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത്. ഇത്തരം പ്രവണതകൾ തടയാതെ ഇനിയും മുന്നോട്ട് പോയാലാണ് സിനിമാ മേഖല, ആ തൊഴിലിടം നശിക്കുക എന്ന തിരിച്ചറിവ് എന്തുകൊണ്ടാണ് പ്രമുഖ നടന്മാർക്കുൾപ്പെടെ ഇല്ലാതെ പോകുന്നത്? അതെ, പ്രമുഖ നടന്മാരുടെ തെറ്റിദ്ധാരണയാണ്. സിനിമാ മേഖല അങ്ങനെയൊന്നും തകരുന്നതല്ല. അതായത് ഈ ഒരു പ്രവണത, ഇപ്പൊ ഈ 2024 ഈ ഒരു മാസങ്ങളിൽ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു വശം, ഇത് എത്രയോ മുന്നേ, വർഷങ്ങൾക്ക് മുൻപ് സംഭവിക്കേണ്ടതായിരുന്നു. അന്നൊന്നും അതിനുള്ള ഒരു ആർജവം മലയാള സിനിമാ നടികൾ അല്ലെങ്കിൽ ആ ഫീൽഡിൽ നിൽക്കുന്നവർ കാണിച്ചില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ്. അവരൊരു പക്ഷെ അതിന്
മുന്നിലോട്ട് വരാതിരുന്നത് അവരുടെ കുടുംബം, അവരുടെ കരിയർ എല്ലാം നോക്കിയിട്ടായിരിക്കാം. അന്നത് അവരുടെ ശരിയായിരിക്കാം. പക്ഷേ ഇപ്പോൾ ശരിയും തെറ്റും ആപേക്ഷികമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ഇപ്പോ നവ നടികളുടെ തുറന്നു പറച്ചിൽ ഏറ്റവും അനിവാര്യമായ ഒരു സമയത്ത് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് മലയാള സിനിമ നീങ്ങുന്ന ഒരു സാഹചര്യം വരാനായിട്ട് ഇടയുണ്ടായിരുന്നു. അപ്പോ ഇതിപ്പോ കുറച്ചു കാലങ്ങളായിട്ട് നടിയുടെ ആക്രമണം തൊട്ട് അവിടുന്ന് ഇങ്ങോട്ട് തൊട്ട് വന്നിട്ടുള്ള ഒരു സാഹചര്യമാണ്. ആ നടിമാർക്കുണ്ടായുള്ള ഒരു ആർജവം, അത് കുറെ മുന്നേ ഉണ്ടാവേണ്ട ആർജവം വളരെ വൈകി വന്നതാണ്. എപ്പോ വന്നാലും എപ്പോഴും ഒരു തിരുത്ത് ആവശ്യമുള്ള ഒരു സമീപകാല ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ തിരുത്ത് വളരെ അനുയോജ്യമായ ഒരു സമയത്ത് വന്നു ചേർന്നത് കൊണ്ട് തന്നെ ഏതൊരു നടന്മാരോ അല്ലെങ്കിൽ സിനിമാ ഫീൽഡിൽ മികച്ചു നിൽക്കുന്ന ആരും തന്നെ ഇതിനെ ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. തങ്ങളുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴാണെങ്കിലും ഇത് കുറെ മുമ്പ് വരേണ്ടത് കുറച്ച് വൈകി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പുള്ള നടിമാരുടെ ആർജവക്കുറവ് മൂലം പറയാൻ അവർക്ക് കഴിയാതിരുന്നതാവാം. അവർ സിനിമാ ഫീൽഡിൽ അനുഭവിക്കുന്ന വിഷമങ്ങൾ അവർക്ക് പല കാരണങ്ങളാലും സിനിമയുടെ അവസരം നഷ്ടപ്പെടുമോ, തന്റെ കരിയർ ഇല്ലാതാവുമോ, തനിക്കും കുടുംബവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിന് ഉണ്ടാവുന്ന വിങ്ങലുകൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി മാറി നിന്നതായിരിക്കാം അവര്. അപ്പൊ ഇവരുടെ നമ്മുടെ ഇപ്പൊ വന്നിരിക്കുന്ന നടിമാരുടെ ഭർത്താക്കന്മാരുടെ ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അവര് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അത് സ്ത്രീയെ കൂടെ ചേർത്ത് പിടിക്കുന്ന പുരുഷനുണ്ട് എന്നുള്ളതിന് മറ്റൊരു തെളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നടന്മാരും ഇതിനെപ്പറ്റി ആശങ്കപ്പെടേണ്ടതില്ല. തങ്ങളുടെ ഭാഗം വളരെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അവർ പേടിക്കേണ്ടതില്ല. സത്യസന്ധമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയവർക്ക് യാതൊരു പേടിയുടെയും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് അത്തരത്തിലുള്ള സിനിമാ ഫീൽഡിന്റെ മാധ്യമ സിൻഡിക്കേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഒരു ഉപയോഗപ്രദമായ സമയമായിട്ടോ ഒന്നും ഇതിനെ കാണേണ്ടതില്ല. മാധ്യമങ്ങൾ എന്ന് പറയുന്നത് സത്യസന്ധമായ അവസ്ഥയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടായ ഒരു സമയത്ത് ഇപ്പോഴല്ല ഇത് പറയേണ്ടത്. അപ്പൊ അത് പറയേണ്ട സമയം എപ്പോഴാണോ, അല്ലെങ്കിൽ അതിന്റെ പരാതികളും കാര്യങ്ങളും പോയിട്ടുണ്ട്, അതിന്റെ അന്വേഷണങ്ങൾ വരും, അന്വേഷണങ്ങൾ വന്ന് അതിന്റെ റിപ്പോർട്ട് വരും, അപ്പൊ മാത്രമേ അതിനെപ്പറ്റി ആശങ്കപ്പെടേണ്ടതുള്ളൂ. ഇപ്പോ നമ്മൾ പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രം വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ച് ആ വ്യക്തിയുടെ ആർജവം ഇല്ലാതെയാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോ നടക്കുന്ന ഈ ഒരു പുതിയ പ്രവണത. അതായത് ആ ധൈര്യം അവർക്ക് കിട്ടിയിട്ടുള്ള തുറന്നു പറയാനുള്ള ധൈര്യം, തുറന്നു പറച്ചിലുകളിൽ മുഖം നഷ്ടപ്പെടുന്നതും ഒരുപക്ഷെ തൊഴിൽ ഭീഷണി ഉണ്ടെങ്കിൽ അതും നഷ്ടമാകുന്നത് കുറ്റം ചെയ്തവർക്ക് മാത്രമായിരിക്കും എന്ന കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത്. സംഗീത, ഇവിടെ ഇപ്പോൾ ചില പരാതികളെങ്കിലും ഫേക്ക് ആണോ എന്നൊരു സംശയം പൊതുസമൂഹത്തിനാകെ ഉണ്ടാകുന്നു. അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ തുറന്നു പറയാൻ തയ്യാറാകുന്ന ഏതൊരാൾക്കും ഒപ്പമാണ് എങ്കിൽ പോലും ചില പരാതികൾ സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉണ്ടാകുകയും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ അത്തരം ചർച്ചകൾ നടക്കുകയും ഒക്കെ ചെയ്യുന്നു. ഒരു പക്ഷേ ഇത് വ്യാജ പരാതികൾ എന്ന് എല്ലാ പരാതികളും വരുത്തി തീർക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമാണോ എന്ന സംശയങ്ങൾ പോലും ഉയർന്ന തരത്തിലാണ് അത്തരം ചില കേസുകൾ കാണുന്നത്. അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതൊക്കെ വളരെ ബോധപൂർവം ആയിരിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇപ്പോൾ തുറന്നു പറച്ചിലിന് തയ്യാറായിട്ടുള്ള ആരെയെങ്കിലും അവിശ്വസിക്കേണ്ട സാഹചര്യം നമ്മളെ സംബന്ധിച്ചുണ്ടോ? തീർച്ചയായിട്ടും നമ്മള് ഈ പരാതിക്കാരുടെ മെറിറ്റിന് മാർക്കിടേണ്ട സമയമല്ല ഇത്. കാരണം വലിയൊരു തുറന്നു പറച്ചിലുകളുടെ സീരീസ് ഉണ്ടാവുകയാണ്. അതിന് ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അതിനെ സ്വീകരിക്കുക, അതിന് വേണ്ട നിയമ നടപടികൾ എടുക്കുക എന്നുള്ളതാണ്. അത് തെറ്റാണോ ശരിയാണോ എന്ന് തെളിയിക്കേണ്ടത് ഇവിടുത്തെ നിയമ സംവിധാനമാണ്. അല്ലാതെ പൊതുജനങ്ങള് ഇതിന്റെ മെറിറ്റ് ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ വിലയിരുത്താനോ നമ്മൾ ആൾക്കാരല്ല. കാരണം ഒരു പീഡന കേസ് ഒരു സ്ത്രീ കൊടുക്കുന്ന സമയത്ത് പ്രാഥമികമായിട്ട് നമ്മൾ നിൽക്കേണ്ടത് ആ സ്ത്രീക്കൊപ്പാണ്. രണ്ടാമത്തെ കാര്യമാണ് അത് എന്താ പറയാ, അതിന്റെ ശരി തെറ്റുകൾ നിയമപരമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളത്. അപ്പോ ചിലപ്പോ അതില് പലതരത്തിലുള്ള ഇപ്പൊ 100% എന്താ പറയാ ഫുൾ പ്രൂഫ് ആയ ഒരു സിസ്റ്റം അല്ല ഇത് എന്നുള്ളത് നമുക്കറിയാം. എങ്ങനെയും ഈ സിസ്റ്റം, അതായത് ഈ സിനിമയിലെ പവർ അധികാരം കൈയാളിയിരുന്ന ആളുകൾ ഇതിലേക്ക് തിരിച്ചു വരാൻ ഏത് തരത്തിലുള്ള ശ്രമവും നടത്തും നമുക്കറിയാം.
പക്ഷെ എന്ന് വെച്ച് അതറിഞ്ഞുകൊണ്ട് നമ്മൾ അതറിയുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ സ്ത്രീകളെ സംശയത്തോടെ വീക്ഷിക്കുന്നതിൽ തെറ്റുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എത്രയോ കാലത്തെ അടിച്ചമർത്തലിന് ശേഷമാണ് ആളുകൾ പുറത്തേക്ക് വന്നത്. നേരത്തെ എന്റെ പാനലിസ്റ്റ് പറഞ്ഞ പല കാര്യങ്ങളോടും വിയോജിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ആളുകൾ കരിയറോ അല്ലെങ്കിൽ മാത്രം കരിയറോ അല്ലെങ്കിൽ അവരുടെ കുടുംബം അതൊന്നും മാത്രമൊന്നും ആയിരിക്കില്ല ആളുകൾ പരിഗണിച്ചിട്ടുണ്ടാവുക. ബസ്സിലൊരു പെൺകുട്ടി ഒരു ചെറിയൊരു എന്താ പറയാ അബ്യൂസിന് ഇരയായാൽ പോലും ആളുകൾ പലപ്പോഴും പറയാറുള്ളത്, നമ്മുടെ സമൂഹം പറയാം അവള് അങ്ങനെ നിന്നിട്ടല്ലേ, അവൾ ആ ഡ്രസ്സ് ഇട്ടിട്ടല്ലേ എന്ന് പറയുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അവിടെ ഒരു സ്ത്രീക്ക് കമ്മൗട്ട് ചെയ്യാന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഒരു പരാതി കൊടുക്കണമെങ്കിൽ പോലും സമൂഹത്തിന്റെ ഒരുപാട് പലതരത്തിലുള്ള നോട്ടങ്ങളിലൂടെയും ഈ സിസ്റ്റത്തിന്റെ തന്നെ വെർബൽ റേപ്പ് കൂടി കടന്നു പോകേണ്ടി വരുന്നുണ്ട് സ്ത്രീകൾ. അപ്പൊ ഇതൊരു നിസ്സാര കാര്യമൊന്നുമല്ല. കരിയറോ അല്ലെങ്കിൽ ചിലപ്പോൾ ജീവന് തന്നെ ഭീഷണിയാകാവുന്ന സാഹചര്യം ഉണ്ടാവാം. ഇപ്പോ ആക്രമണം നേരിട്ട നടി അത്ര എന്താ പറയാ അപ്രസക്തമായ ഒരാളൊന്നും ആയിരുന്നില്ല. അവര് വളരെ മലയാള സിനിമയിൽ ശക്തയായി നിന്നിരുന്ന ഒരു നടിയായിരുന്നു. അവരോട് പോലും ഇത്തരത്തിൽ ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ, അതും കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട്, ആളുകൾക്ക് ജീവനിലടക്കം കൊതി ഉണ്ടാകുമല്ലോ. ജീവന് മാത്രമല്ല സമൂഹം അവരെ നോക്കുന്ന രീതി, അതുപോലെ തന്നെ നേരത്തെ ഭർത്താക്കന്മാര് കൂടെ നിന്നതുകൊണ്ട് പലർക്കും ഇത് സാധിച്ചു. ആ ധാരണയും തെറ്റാണ്. കാരണം ഇതിലിപ്പോ ആ സ്ത്രീകൾ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അതിൽ ആര് കൂടെ നിന്നു ആര് കൂടെ നിന്നില്ല എന്നുള്ളതിനേക്കാളും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അവരതിന് കാണിച്ച ധൈര്യത്തിനെയാണ്. അവർ കാണിച്ച ധൈര്യത്തെയാണ് നമ്മൾ എന്താ പറയാ കണക്കിലെടുക്കേണ്ടതും അഭിനന്ദിക്കേണ്ടതും എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും. ശ്രീമതി എം സുൽഫത്ത്, ഇവിടെ ഇപ്പോൾ രഞ്ജിത്തിനെതിരെ പരാതി നൽകിയ ഒരു യുവാവ് ആ പരാതി മാധ്യമങ്ങളോട് പറയുമ്പോൾ അതിനിടയിൽ രേവതിയുടെ പേര് പരാമർശിച്ചു. അതിനുശേഷം സമൂഹ മാധ്യമങ്ങളിലൂടെ അവർക്ക് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. മറ്റൊന്ന്, ഇന്ന് റിമ കല്ലിങ്കലിനെതിരെ ഉയർന്നിട്ടുള്ള ഒരു ഗായിക ഉയർത്തിയിട്ടുള്ള ആരോപണമാണ്. അവർ ഡ്രഗ്സ് പാർട്ടി നടത്താറുണ്ട്, അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ വരാറുണ്ട്, ആ രീതിയിലുള്ള ഡ്രഗ്സ് പാർട്ടികൾ അവർ നടത്താറുണ്ട് അവരുടെ വീട്ടിൽ എന്ന ഒരു ആരോപണമാണ് ഉന്നയിച്ചത്. അതെന്തുകൊണ്ട് ചർച്ചയാക്കുന്നില്ല? WCCക്കെതിരെ ആരോപണം ഉയർന്നാൽ മാധ്യമങ്ങളും മറ്റുള്ളവരും ഒക്കെ മൗനം പാലിക്കുന്നു, എന്തുകൊണ്ട് അക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ നടക്കുന്ന ഈ മൂവ്മെന്റിനെ അലോസരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്താണ് ഈ മൂവ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന്റെ ലക്ഷ്യം എന്താണ്? അതിനു വേണ്ടി നിൽക്കുന്ന ആളുകൾ ആരാണ്? അവരെ കേന്ദ്രീകരിച്ച് ഉണ്ടാകുന്ന ഇത്തരം ആരോപണങ്ങൾ അത് ചർച്ചയാക്കണമെന്ന ഈ പിടിവാശിയും അവകാശവാദവും താങ്കൾ എങ്ങനെയാണ് നോക്കുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയിലെ വലിയൊരു വിപ്ലവം തന്നെയാണ്. ഇനി അതിനെ എങ്ങനെ തകർത്ത് കളയാൻ ശ്രമിച്ചാൽ പോലും അതുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. സിനിമാ മേഖലയിൽ മാത്രമല്ല, എല്ലാ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അത്തരം ചർച്ചകൾ ഉയർന്നു വരുമ്പോൾ അതിനെ വഴിതിരിച്ചു വിടാനുള്ള പല ശ്രമങ്ങളും സ്വാഭാവികമായും ഉണ്ടാകുന്നതാണ്. കാരണം അതിൻ്റെ എതിർപക്ഷത്തുള്ളവർ വളരെ നിസ്സാരരല്ല, വളരെ ശക്തരായ ആൾക്കാരാണ്. അവർ പലതരം സ്വാധീനങ്ങൾ ഉപയോഗിച്ച് അതിനെ വഴിതിരിച്ചു വിടാൻ ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പം റിമ കല്ലിങ്കലിൻ്റെ മേലെയുള്ള ഒരു ആരോപണം, അതായത് ലൈംഗികാരോപണങ്ങളെ ഒക്കെ മറ്റൊരു തരത്തിൽ ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട്, മയക്കുമരുന്നും അതൊക്കെയായി ബന്ധപ്പെട്ട് അതിനെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി അഥവാ അങ്ങനെയുണ്ടെങ്കിൽ അതും അന്വേഷണ പരിധിയിൽ വരട്ടെ. അതെ, അല്ല ഹേമ കമ്മിറ്റി തൊഴിൽ മേഖലയിലെ സിനിമാ മേഖലയിലെ ആകെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. അവർ ഈ ഡ്രഗ്സിന്റെ ഉപയോഗം അത് റിപ്പോർട്ടിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയ കാര്യമാണ്. അത് അന്വേഷിക്കേണ്ടെന്നോ നടപടി എടുക്കേണ്ട എന്നോ ആരും പറയുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ അത് പൊലിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് പിന്നാലെ പോകുന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇവിടെ റിമ കല്ലിങ്കൽ അക്കാര്യങ്ങളൊക്കെ പൂർണ്ണമായി നിഷേധിക്കുകയും SITക്ക് പരാതി നൽകുകയും അവർക്ക് മാനനഷ്ട കേസ് അവർക്കെതിരെ ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് സമൂഹ മാധ്യമത്തിലൂടെ അവർ അറിയിച്ചിട്ടുള്ളത്. അവർ ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ട്. അപ്പോഴും നിങ്ങൾ ദാ നോക്കൂ, ഇവിടെ ഒരു ആരോപണമില്ലേ, നിങ്ങൾ അതിന്റെ പിന്നാലെ പോയിക്കോളൂ എന്നതാണ് ചോദ്യം, മാധ്യമങ്ങളോടുള്ള ചോദ്യം. അല്ല, ഇങ്ങനെ പിന്നാലെ പോകലല്ല മാധ്യമധർമ്മം എന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുക. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഒരുപാട് ആളുകൾ, ഒരുപാട് സ്ത്രീകൾ ഇത് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ തുറന്നു പറച്ചിലിലെ ശരിതെറ്റുകൾ അന്വേഷിച്ചു പോകേണ്ട സമയമല്ല ഇത്. അതിൽ ഏതെങ്കിലും വ്യാജമായിട്ടുള്ളതുണ്ടോ എന്ന് അന്വേഷിച്ചു പോകേണ്ട സമയമല്ല ഇത്. കാരണം ഇത് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഫ്യൂഡൽ
ആധിപത്യം അല്ലെങ്കിൽ ഫ്യൂഡൽ വ്യവസ്ഥ കാലത്തുണ്ടായിരുന്നത് പോലെ സ്ത്രീകൾക്ക് നേരെ ലൈംഗികാതിക്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, തുടർച്ചയായിട്ട് പുറത്തു വരുന്നു. അതിൽ വ്യാജ പരാതികൾ ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനം അത് തെളിയിക്കും. ഇനി ശരിയായ പരാതി പോലും ഒരു പക്ഷേ പൂർണ്ണമായ അർത്ഥത്തിൽ അതിൻ്റെ നിയമ നടപടികൾ നേരിട്ട് വിജയിക്കും എന്ന പ്രതീക്ഷ ചിലപ്പോൾ ഇല്ല. പക്ഷെ ഈ സംഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാറ്റമുണ്ട്. കേരളത്തിലെ സിനിമ ഈ ഹേമ കമ്മിറ്റിക്ക് റിപ്പോർട്ടിന് മുമ്പും പിമ്പും ഇനി പഴയ പോലെ ആവാൻ കഴിയില്ല സിനിമാ മേഖല. അതുപോലെ തന്നെ റിമയുടെ വിഷയം ഇപ്പോൾ പറഞ്ഞത്, ആ വിഷയത്തിൽ അവർ നിയമ നടപടിക്ക് ഒരുങ്ങിയിട്ടുണ്ട്. അത് അതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ, നമുക്ക് വിശ്വാസ്യമായ രീതിയിൽ വരുമ്പോൾ നമ്മൾ അതും നേരിടും. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം ഇത്രമാത്രം ലൈംഗികമായി സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു മേഖലയാണ് ഇത് എന്നുള്ളത്. അവിടുത്തെ ആ തൊഴിൽ മേഖലയിലെ മറ്റെല്ലാ വിഷയങ്ങളും തൽക്കാലം മാറ്റിവെച്ചുകൊണ്ടാണ് ഈ വിഷയം ഓരോ ദിവസവും ഓരോരുത്തരായിട്ട് ഇത് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തുറന്നു പറയുന്ന സ്ത്രീകൾക്ക് നേരെ പലതരത്തിലുള്ള മറ്റു തരത്തിൽ അവർ വീണ്ടും വെർബൽ അബ്യൂസിന് അല്ലെങ്കിൽ പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾക്ക് വിധേയമാകും എന്നുള്ള കാര്യവും അറിയാം. ഇത് തുറന്നു പറയുന്ന സ്ത്രീകൾക്കും അതറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരത് മൂടി വെച്ചിരുന്നത് ഈ പറയുന്ന എല്ലാ സംഘർഷങ്ങളും ഉള്ളിലൊതുക്കി അതിൻ്റെ എല്ലാ മാനസിക വ്യഥയും അനുഭവിച്ചു കൊണ്ടിരുന്നവർ തുറന്നു പറയുമ്പോൾ അവർക്കും അറിയാം ഇതിൻ്റെ ചിലപ്പോൾ നെഗറ്റീവ് ഫലങ്ങൾ ഉണ്ടായേക്കാവുന്ന, എങ്കിൽ പോലും അത് തുറന്നു പറയുന്നു എന്നുള്ളതാണ്. അത് ചരിത്രപരമായി വലിയൊരു സംഭവം തന്നെയാണ്. വലിയൊരു മാറ്റം എല്ലാ മേഖലയിലും ഉണ്ടാകുന്ന തരത്തിലേക്കാണ് പോകുന്നത്. ഇന്നലെ വരെ സ്ത്രീകൾക്ക് നേരിടുന്ന ലൈംഗികാതിക്രമങ്ങൾ മൂടിവെക്കുക, അതായത് അത് മാനഭംഗമായി കരുതിയിരുന്ന ഒരു സമൂഹത്തിലാണ് എനിക്കല്ല മാനം നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ പറയുന്ന വലിയ വലിയ താരങ്ങളായി ഇന്നലെ വരെ സമൂഹത്തിൽ വലിയ ആളുകളായിരുന്നവരുടെ മാനം നഷ്ടപ്പെട്ടു എന്ന രീതിയിലാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മാനം നഷ്ടപ്പെട്ടവർ എന്തായാലും ഇതിനെ മറ്റു തരത്തിലേക്ക് വഴിതിരിച്ചു വിടാൻ ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കത് അറിയാവുന്നതാണ്. എല്ലാ സർക്കാരുകൾ അങ്ങനെ ചെയ്യലുണ്ട്. വിവാദങ്ങളും ചർച്ചകളും ഉണ്ടാകുമ്പോൾ അതിനെ വഴിതിരിച്ചു വിടുന്നത്. ഇവിടുത്തെ മെയിൻ പ്രശ്നം ആദ്യം ഈ കാര്യങ്ങൾ തുറന്നു പറയട്ടെ, പറയാൻ കഴിയുന്നിടത്തോളം അത് തുറന്നു പറയട്ടെ, നിയമ നടപടികൾക്ക് വിധേയമാകട്ടെ. ഈ നിയമ നടപടികൾ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ പോലും അങ്ങനെ സംഭവിക്കുന്ന തരത്തിലേക്ക് കേരളീയ സമൂഹം വളരെ വിജിലന്റ് ആയിട്ടിരിക്കേണ്ട സമയമാണ്. കാരണം എല്ലാ ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയമായവരും എല്ലാ കാലത്തും നേരിടുന്നതാണിത്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഒരുപക്ഷെ കുടുംബത്തിന്റെ സപ്പോർട്ട് കിട്ടിയെന്ന് വരില്ല. ലൈംഗികാതിക്രമത്തിന് ഇരയാകുന്ന സ്ത്രീയെ മാത്രമല്ല കുറ്റപ്പെടുത്തുന്നത്, അവരുടെ കുടുംബത്തെ, ഒരുപക്ഷെ അവർ ജീവിക്കുന്ന നാടിന് പോലും അപമാനമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹത്തിലാണ് ഇവരിത് തുറന്നു പറയുന്നത്. ആ തുറന്നു പറച്ചിലിനെ വളരെ ഗൗരവത്തോട് തന്നെയാണ് പൊതുസമൂഹം കാണേണ്ടത്, മീഡിയ കാണേണ്ടത്, സ്ത്രീ സമൂഹം കാണേണ്ടത്, ഗവൺമെന്റ് കാണേണ്ടത്, കോടതി കാണേണ്ടത്. എല്ലാ നിയമ സംവിധാനങ്ങളും ആ രീതിയിൽ കാണുകയും അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കുകയാണ് വേണ്ടത്. എല്ലാ തൊഴിൽ മേഖലയും നമുക്കറിയാം. പഴയ കാർഷിക മേഖലയിൽ, അതുപോലെ ബീഡി കമ്പനി, അതുപോലുള്ള എല്ലാ മറ്റു തരത്തിലുള്ള പഴയ തൊഴിൽ മേഖലകളിലൊക്കെ ഇതുണ്ടായിരുന്നു. അതൊക്കെ ഇല്ലാതാവുന്നത് അവർ സംഘടിതരാവുകയും അത് ചോദ്യം ചെയ്യുകയും അതില്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ ഉണ്ടാവുകയും ആ മാറ്റത്തിന്റെ പ്രാധാന്യം, ഇപ്പോഴത്തെ നീക്കങ്ങളുടെ പ്രാധാന്യം സിനിമയിലെ സ്ത്രീ പ്രവർത്തകർ ആദ്യം മനസ്സിലാക്കുക എന്നതാണ് ഈ മൂവ്മെന്റ് ഏറ്റവും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അത്യാവശ്യം എന്നതാണ് ഇപ്പോഴത്തെ ചില പ്രതികരണങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഞാൻ 3 അതിഥികളിലേക്കും തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ാണ് ഏറ്റവും ഒടുവിൽ കേസ് വന്നത്. നവംബറിൽ മയക്കുമരുന്ന് നൽകി വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നതാണ് കേസ്. 6 പേരാണ് പ്രതികൾ. അതിൽ നിവിൻ പോളി ആറാം പ്രതി എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആരോപണങ്ങൾ നിവിൻ പോളി ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ നിഷേധിച്ചിട്ടുണ്ട്. 9-10 മാധ്യമങ്ങളെ കാണും എന്നും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരോപണത്തിന് ശേഷം ഒരു വ്യക്തിയെ, അല്ല ആരോപണ വിധേയനായ ഒരു വ്യക്തി മാധ്യമങ്ങളെ കണ്ട് തന്നെ കാര്യങ്ങൾ വിശദീകരിക്കാൻ എത്തുന്നു എന്നൊരു സാഹചര്യം നിവിൻ പോളിയുടെ കേസിൽ ഉണ്ടാകുന്നു എന്നതാണ്. ശ്രീമതി രേണുക, ഇവിടെ നമ്മളുടെ ജുഡീഷ്യറിയിൽ തന്നെ 1000 അപരാധികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നത് നമ്മുടെ ജുഡീഷ്യറിയുടെ തന്നെ ആപ്തവാക്യമാണ്. അപ്പോൾ നേരത്തെ സുൽഫത്ത് തന്നെ സൂചിപ്പിച്ചു, ഇപ്പോൾ ഇത്രയധികം തുറന്നു പറച്ചിലുകൾ, ഏതാണ്ട് 20ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ യഥാർത്ഥത്തിലുള്ള കേസുകളിൽ പോലും ഒരു പക്ഷേ ശിക്ഷ ഉറപ്പാക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കുമെന്ന കാര്യം സൂചിപ്പിച്ചു. അങ്ങനെയുള്ള
നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരിടത്ത് ആരോപണ വിധേയർക്ക് ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടേണ്ടുന്ന കാര്യമുണ്ടോ? അവർ ആരോപണ വിധേയർ നിയമ പോരാട്ടത്തിലൂടെ അവരുടെ നിരപരാധിത്വം തെളിയിക്കുകയാണെങ്കിൽ എന്തെങ്കിലും അവർക്ക് നഷ്ടപ്പെടാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ മുതലക്കണ്ണീരൊഴുക്കേണ്ട കാര്യമുണ്ടോ അവർക്കും അവരുടെ ആരാധകർക്കും? ഇപ്പൊ വന്നിരിക്കുന്നത് വെറും ആരോപണങ്ങൾ മാത്രമാണ്. സത്യസന്ധമാണോ എന്നുള്ളത് തെളിയിക്കേണ്ട വസ്തുതയാണ്. അപ്പൊ അത് അതിൻ്റെതായുള്ള നിയമ നടപടികളിലൂടെ ആ ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് സ്ഥാപിക്കും. അപ്പൊ അതുവരെ ഇവർക്കൊന്നും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇവർക്കൊന്നും ഇത്രമാത്രം ബഹളം വെക്കേണ്ട യാതൊരു വസ്തുതയും ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് ഇവർ ആരോപണ വിധേയര് മാത്രമാണ്. അതായത് സത്യസന്ധമായി അവര് കുറ്റം അല്ലെങ്കിൽ അതിന്റെ അവര് ആരോപണങ്ങൾ ശരിയല്ല എന്നുള്ളത് അവരുടെ മനസാക്ഷിക്കും അവരുടെ കാര്യങ്ങൾക്കും അറിയാവുന്നതാണ്. പിന്നീട് അവർ അതിനെപ്പറ്റി ആശങ്കപ്പെടുകയോ ബഹളം വെക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിപ്രവർത്തനങ്ങൾ റീമ കല്ലിങ്കലിനെ പോലുള്ള ആളുകളെ വെച്ച് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കേണ്ട കാര്യമോ ഇല്ല. നമ്മുടെ ഒരു തെറ്റ് മറച്ചു വെക്കാൻ വേണ്ടി മറ്റൊരാളുടെ തെറ്റ് എടുത്തു കാണിക്കുകയല്ല വേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള പ്രവണതകളല്ല ആരും തന്നെ ചെയ്യേണ്ടത്. അപ്പൊ അവര് മേലില് ആരോപണം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിയമവിധേയമായി അന്വേഷണ വിധേയമായി ആ അന്വേഷണങ്ങൾ നടക്കുന്ന സമയത്ത് ഇപ്പൊ വെറും ആരോപിതര് മാത്രമായ സമയത്ത് അന്വേഷണങ്ങൾ നടന്ന് അവരുടെ കൈ കഴുകി വെള്ളം കാണിക്കുന്ന ഒരു രീതി അവർക്ക് കൊണ്ടുവരാവുന്നതാണ്. അവര് തെറ്റുകാരല്ല എന്നുണ്ടെങ്കിൽ. അല്ലാതെ ഇത്തരത്തിലുള്ള പ്രവണതകൾ ചെയ്യുകയല്ല വേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവണതകൾ ചെയ്യും തോറും അവരിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പൊതുസമൂഹം കണക്കാക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ 251 പേജുള്ള 4.5 വർഷം അതിന്റെ പല വിധത്തിലുള്ള അവലോകനങ്ങളും കഴിഞ്ഞു വരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തില് നടികളുടെ വെളിപ്പെടുത്തലുകൾ വളരെ ശക്തമാണ്. ആ ശക്തമായ വെളിപ്പെടുത്തലുകൾക്കനുസരിച്ച് ആരോപണ വിധേയരായ ആളുകൾക്ക് അവരുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം നമ്മുടെ സർക്കാർ, നമ്മൾക്കിവിടെ നിയമ നടപടികളും നമ്മുടെ സംവിധാനങ്ങളും ഉണ്ട്. അപ്പൊ ആ സംവിധാനങ്ങൾക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോവാതെ ഇത്തരത്തില് ആരോപിച്ച ആളുകൾക്ക് നേരെ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയായ നടപടികളല്ല. അതല്ല ഇപ്പോ നമ്മൾ ചെയ്യേണ്ടത്. വളരെ സമാധാനപരമായി ആരോപണങ്ങൾ കേട്ട് അതിന് എന്താണോ നമ്മൾക്ക് പറയാനുള്ളത് അത് പറയാനുള്ള ഒരു വേദി ഇവർക്കെല്ലാം തന്നെ സംജാതമാകും എന്നുള്ളത് ഇവർക്ക് ഉറപ്പാണ്. ഇപ്പോ നമ്മുടെ ഹേമ കമ്മിറ്റി നമ്മുടെ ഇതിനെ അനുസരിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അടക്കം വെച്ചുകൊണ്ടിട്ടുള്ള അന്വേഷണങ്ങൾ റീമ കല്ലിങ്കലിനെ പോലുള്ള ആളുകൾ നടത്തുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു നിയമ നടപടികൾ നമ്മൾക്ക് ഇവിടെ ഒരുപാട് നിയമ നടപടികളുള്ള നല്ല ഒരു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച് അലൻസിയറിനെതിരെ നേരത്തെ 2017 ഉയർന്ന ആരോപണത്തിൽ കൂടി കേസെടുത്തിരിക്കുന്നു. അന്ന് പരാതി ഉയർന്നുവെങ്കിൽ പോലും നിയമ നടപടികൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിയമ നടപടികളിലേക്ക് കടക്കുന്നു എന്ന വിവരം കൂടി പുറത്തു വരികയാണ്. സംഗീത, ഇക്കാര്യത്തിൽ സിനിമാ മേഖലയിലെ മറ്റ് വിഭാഗങ്ങളിൽപ്പെടുന്ന സ്ത്രീകളാണ് ഫെഫ്കയുടെ ഭാഗമായിട്ടുള്ളവർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. WCC അഡ്രസ് ചെയ്യുന്നത് സിനിമയിലെ നടിമാരെ മാത്രമാണെന്നും അതിൽ പ്രാമുഖ്യമുള്ള നടിമാരുടെ വിഷയങ്ങൾ മാത്രമാണെന്നും ഉള്ള തരത്തിലുള്ളൊരു അഭിപ്രായം അവരുടെ ഭാഗത്തു നിന്നുമുണ്ടായി. ഇതെല്ലാം WCCയുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന നിലയിൽ കാണേണ്ടതുണ്ടോ? സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്, അതിനപ്പുറം നമ്മുടെ സിസ്റ്റമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ നടപടികൾ സ്വീകരിക്കേണ്ടതെന്നിരിക്കെ WCCയെ അവർ ചെയ്തു പോയ കാര്യങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ അവർ എല്ലാ സ്ത്രീകളെയും ഉൾക്കൊള്ളുന്നില്ല എന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് വേട്ടയാടുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരു മിനിറ്റ്. തീർച്ചയായിട്ടും ഇല്ല. WCC ഒരു അനൗപചാരിക സംഘടനയാണ്. അത് കുറച്ച് സ്ത്രീകൾ ചേർന്ന് രൂപം കൊടുത്ത ഒരു കൂട്ടായ്മയാണ്. അവരവരുടെ നയത്തെക്കുറിച്ച് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. സിനിമയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ മുഴുവനായും പരിഹരിക്കുക അല്ലെങ്കിൽ ഓരോ സമയത്തും വരുന്ന കേസുകളിൽ ഇടപെടുക എന്നുള്ളത് ഞങ്ങളെ കൊണ്ട് അസാധ്യമാണ്. ഞങ്ങൾ ഒരു ചെറിയ ഗ്രൂപ്പാണെന്ന് അവർ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് പുറത്തേക്ക് ഈ സിനിമ എന്ന് പറയുന്ന മേഖലയെ സ്ത്രീകൾക്ക് സുരക്ഷിതമായി തൊഴിൽ ചെയ്യാനുള്ള ഒരു തൊഴിലിടമായി മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് WCC അംഗമായിട്ടുള്ള സജിത മഠത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ അവർ വിശദമായി പറയുന്നത് ഞാൻ കേട്ടത് അടുത്തിടെയാണ്. അപ്പോ അതവര് എപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ള WCC അംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്.
സിനിമയിലെ എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ അവരെ ആരും ഏൽപ്പിച്ചിട്ടുമില്ല, അവരെ കൊണ്ട് അത് അസാധ്യവുമാണ്. ശരി, ഞാൻ സമയക്കുറവ് കൊണ്ടാണ് സംഗീത ഇടപെടുന്നത്. എന്തായാലും വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. അല്പസമയത്തിനകം നിവിൻ പോളി മാധ്യമങ്ങളെ കാണും എന്ന വിവരം വരുന്നുണ്ട്. ഇന്നത്തെ പകലിന്റെ ചർച്ചകൾ ഈ മൂവ്മെന്റിന്റെ ഗതി മാറ്റുന്നു എന്നതാണെങ്കിൽ ഈ സമയമാകുമ്പോഴേക്ക് കൂടുതൽ പരാതികൾ വരുന്നു, കൂടുതൽ പേർ തുറന്നു പറച്ചിലുകളുമായി വരുന്നു, കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്ന സാഹചര്യമാണ്. ഗതി മാറില്ല, കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകും ഈ നടപടികൾ എന്നതിന്റെ സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. എല്ലാ അതിഥികൾക്കും നന്ദി. പ്രത്യേക ചർച്ച പൂർണ്ണമാകുന്നു. നമസ്കാരം.